എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഫുഡ് ബ്ലോഗ് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നമുക്ക് ഡിന്നറാണ്. ഡിന്നറിന് നമുക്ക് നമ്മൾ ഈ പാത്രം നമ്മൾ മേടിച്ചൊരു കഥ നമ്മുടെ മുൻ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും. അപ്പോൾ ആ വീഡിയോ കാണാത്തവർക്ക് നമ്മുടെ ന്യൂ കേരള ഗിഫ്റ്റ് ഹൗസിൽ പോയി പാത്രം മേടിച്ച കഥയുണ്ട്. അപ്പോൾ അതിലൊക്കെ നല്ല വില കുറവിലൊക്കെ പാത്രം കിട്ടുന്ന സ്ഥലങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമുക്ക് ഡിന്നറിന് നമ്മുടെ റൂബിക്ക് അഥവാ ലൂവിക്ക് അച്ചാറ്, സാമ്പാർ, ഭാര്യ ഉണ്ടാക്കിയ സാമ്പാർ, ഓംലേറ്റ് ഇല്ല ഓംലേറ്റ് സോറി അപ്പോൾ ഓംലേറ്റിൽ നിന്ന് തുടങ്ങാം. നീ ഓംലേറ്റ് ഉണ്ടാക്കാൻ കാരണമുണ്ട്. ഇന്ന് ഞാൻ വൈകുന്നേരം വരുമ്പോൾ റോഡ് സൈഡിൽ കൂടെ വരുമ്പോഴേ നല്ല മണം തട്ടുകടയുടെ അടുത്തേക്ക്. അതിങ്ങനെ ഈ ഓംലേറ്റ് ഉണ്ടാക്കാൻ പറ്റില്ല. തട്ടുകടകളിൽ ഈ ഓംലേറ്റ് ഉണ്ടാക്കുമ്പോൾ ആ വെളിച്ചെണ്ണ അവർ വെറുതെ ചൂടാക്കുന്നുണ്ട്. എന്തൊരു സ്മെല്ല. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഭാര്യയോട് വന്നു ഓംലേറ്റ് ഉണ്ടാക്കി വരും. അല്ലാണ്ട് ഇപ്പം നമ്മൾക്കിപ്പോൾ കടക്കാരനോട് പോയിട്ട് പറയാൻ പറ്റില്ലല്ലോ. ആ സ്മെല്ല് തന്നെ ഇതാണ് ആ രസം. പിന്നെന്താ വെച്ചാൽ ഇന്ന് സാമ്പാറും കൂടിയിട്ടാണ്. സാമ്പാറിന് ഇങ്ങനത്തെ എന്തെങ്കിലും ഐറ്റം വേണം. ഒരു മീൻ വറവാ, അല്ലെങ്കിൽ ഒരു ഓംലേറ്റാ, അല്ലെങ്കിൽ പിന്നെ തൈര് വേണം. ഇതൊക്കെ ഉണ്ടെങ്കിൽ സൂപ്പറാ സാമ്പാറിന്. എന്താ എൻ്റെ ഭാര്യ സാമ്പാർ ഉണ്ടാക്കിയതേ സദ്യക്ക് ഉണ്ടാക്കിയ പോലെയാണ്. പ്രത്യേക ടേസ്റ്റാണ്. ഇവിടെ അച്ചാറ്. നമ്മൾ ഫുഡ് ബ്ലോഗ് നിർത്തി നടന്നു. നിങ്ങൾ കാണാൻ ഇഷ്ടപ്പെടുന്ന വീഡിയോസിലല്ലേ നമുക്ക് ഇടാൻ പറ്റുള്ളൂ. അല്ലാണ്ട് നമ്മൾ കുറേ യാത്രകളും കുറേ വാഹനങ്ങളുടെയൊക്കെ വീഡിയോ ഇട്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമില്ല. അപ്പോൾ പിന്നെ ഇങ്ങനത്തെ ഇങ്ങനെ ഇറങ്ങി. പിന്നെ നമ്മളിത് വരുമാനത്തിന് വേണ്ടി ചെയ്യുന്നതല്ല, നമ്മുടെ ഒരു പാഷനാണ്. ഇങ്ങനെ യൂട്യൂബിലൊക്കെ 10 ആൾക്കാരെ അറിയപ്പെടുക. അത് കാരണം എന്താണ്. അപ്പോൾ വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ ബൈ.